തിരുവനന്തപുരത്തെ മുതലപ്പുഴി അഴിമുഖം മണൽ മൂടിയതിനാൽ ഹാർബർ കൊല്ലത്തേക്ക് മാറ്റാൻ നീക്കം. നിലവിൽ മുതലപ്പുഴി വഴി മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്തേക്ക് മാറ്റാനാണ് സർക്കാർ നീക്കം. തിരുവനന്തപുരം, കൊല്ലം ജില്ലാ കളക്ടർമാർ ഇക്കാര്യത്തിൽ ചർച്ച നടത്തി നടപടിയെടുക്കാൻ മന്ത്രി സജി ചെറിയാൻ നിർദ്ദേശം നൽകി. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ സുപ്രീം കോടതി. CBI അന്വേഷണം ആവശ്യം ഹൈക്കോടതി നിരസിച്ചതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും പ്രതിക്ക് ഉന്നത രാഷ്ട്രീയ സ്വാധീനമെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. തൃശൂർ മാളയിൽ റോഡിൽ മദ്യലഹരിയിൽ കാർ ഓടിച്ച് അപകടമുണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. ചാലക്കുടി ഹൈവേ പോലീസിലെ ഡ്രൈവറായ അനുരാജിനെയാണ് തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ സസ്പെൻഡ് ചെയ്തത്. മാള പോലീസ് അനുരാജിനെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് സസ്പെൻഷൻ നടപടി. അതിനിടെ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു. DGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് DGP. വ്യാജമൊഴി നൽകിയ പരാതിയിലാണ് DGPയുടെ ശുപാർശ. സ്വർണ്ണക്കടത്തിൽ P വിജയന് ബന്ധമുണ്ടെന്ന മൊഴി നൽകിയ നടപടി ക്രിമിനൽ കുറ്റമെന്നാണ് DGPയുടെ കണ്ടെത്തൽ. അജിത് കുമാറിനെതിരായ DGPയുടെ ശുപാർശയിൽ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത്. DGPയുടെ റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി നടപടിയെടുക്കുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമെന്ന് മുൻ MLA PV അൻവർ. മുഖ്യമന്ത്രിയുടെ പോറ്റുമകനാണ് അജിത് കുമാർ. അജിത് കുമാർ പോലീസിന് തന്നെ അപമാനമാണെന്നും അൻവർ. PV അൻവറിനെ ഒപ്പം നിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരിക്കും നിലമ്പൂരിൽ നടത്തുകയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അൻവർ UDFന് പരസ്യമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചതാണ്. അൻവറിന്റെ UDF പ്രവേശനം സംബന്ധിച്ച ചർച്ച സമയമാകുമ്പോൾ നടക്കുമെന്നും ചെന്നിത്തല. സമരപ്പന്തലിൽ വിഷു ആഘോഷിച്ച് ആശാപ്രവർത്തകർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരുക്കിയ വിഷുക്കണി കണ്ടുകൊണ്ടാണ് ആശാപ്രവർത്തകരും മേടം ഒന്നിനെ വരവേറ്റത്. കണിയും സദ്യയും ഒരുക്കി വീട്ടിൽ ആഘോഷിക്കേണ്ട വിഷുദിനം സെക്രട്ടേറിയറ്റ് പഠിക്കലായതിന്റെ നിരാശയുണ്ട് സമരം. സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് സർക്കാരിന് അലർജിയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ധാർഷ്ട്യം അവസാനിപ്പിച്ച് ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണം. കേരളത്തിന്റെ പൊതുസമൂഹം ആവശ്യപ്പെട്ടിട്ടും ധിക്കാരത്തിന്റെ പാതയിൽ തന്നെയാണ് സർക്കാരെന്നും രമേശ് ചെന്നിത്തല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഘടിപ്പിച്ച് വനിതാ CPI ഉദ്യോഗാർത്ഥികൾ രക്തം കൊണ്ട് പോസ്റ്റർ എഴുതി പ്രതിഷേധിച്ചു. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഏതാനും ദിവസം മാത്രം ബാക്കി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പ് ഒരുക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തൊഴിലാളികളുടെ പ്രതിഷേധം തുടരും. വർഷങ്ങളായി നിഷേധിക്കപ്പെട്ട ശമ്പളവും ആനുകൂല്യങ്ങളും അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള അനിശ്ചിതകാല സമരം നടത്തുന്നത്. നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. വീണ്ടും യൂട്യൂബ് ചാനലിലൂടെ വീഡിയോയുമായി ചോദ്യപേപ്പർ ചോർച്ചാ കേസ് പ്രതി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ്. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്ന ഷുഹൈബ് ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷമാണ് 3 മാസത്തിന് ശേഷം യൂട്യൂബ് വീഡിയോയുമായി എത്തിയത്. വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നതിന്റെ പേരിലാണ് താനിപ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് മുഹമ്മദ് ഷുഹൈബ് വിശദീകരിച്ചു. അംബേദ്കർ ജയന്തി ദിനത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് നരേന്ദ്രമോദി. കോൺഗ്രസ് രാഷ്ട്രീയ നേട്ടത്തിനായി ഭരണഘടനയെ ചൂഷണം ചെയ്യുകയാണെന്നും അംബേദ്കറുടെ ദർശനങ്ങളെ അവഗണിക്കുകയാണെന്നും മോദി ആരോപിച്ചു. സംവരണത്തിന് ആനുകൂല്യങ്ങൾ പട്ടിക വിഭാഗങ്ങളിൽ എത്തിയോ എന്ന് പരിശോധിക്കാൻ കോൺഗ്രസ് ഒരിക്കലും തയ്യാറായില്ലെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. ഹരിയാനയിലെ ഹിസാറിൽ അംബേദ്കർ ജയന്തി ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു. PR അംബേദ്കറെ കുറിച്ച് നടത്തിയ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. ബാബാ സാഹിബ് ജീവിച്ചിരുന്നപ്പോൾ പിന്തുണയ്ക്കാത്തവരാണ് BJP എന്ന് ഖാർഗെ പറഞ്ഞു. അന്നും ഇന്നും ഇവർ ബാബാ സാഹിബിന്റെ ശത്രുക്കളാണെന്നും ഖാർഗെ. വഖഫ് നിയമ ഭേദഗതിയെ ശക്തമായി ന്യായീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പട്ടിക വിഭാഗങ്ങളുടെ ഭൂമി സംരക്ഷിക്കുന്നതാണ് നിയമം. രാജ്യത്ത് വഖഫിന്റെ പേരിൽ നടന്നത് ഭൂമി കൊള്ളയാണ്. വഖഫിന്റെ പേരിൽ പല ഭൂമികളും തട്ടിയെടുത്തു. കോൺഗ്രസ് മതമൗലികവാദികളെ പ്രീണിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹൈദരാബാദിൽ IPL ഫ്രാഞ്ചൈസിയായ സൺറൈസേഴ്സ് ഹൈദരാബാദ് താരങ്ങൾ താമസിക്കുന്ന പാർക്ക് ഹയാത്ത് ഹോട്ടലിൽ തീപിടുത്തമുണ്ടായി.
കെട്ടിടത്തിൽ തീ അതിവേഗം പടരുകയും പുകപടലങ്ങൾ നിറയുകയും ചെയ്തു. പരിഭ്രാന്തരായ താമസക്കാർ ഹോട്ടലിൽ നിന്ന് അതിവേഗം പുറത്തിറങ്ങുകയായിരുന്നു. നടൻ സൽമാൻ ഖാനെതിരെ വീണ്ടും ഭീഷണി. ഫ്ളാറ്റിൽ കയറി കൊല്ലുമെന്നും കാർ ബോംബ് വെച്ച് തകർക്കുമെന്നും ഭീഷണി. വർളിയിലെ ഗതാഗത വകുപ്പിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് സന്ദേശം എത്തിയത്. സന്ദേശത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും ആധികാരികത സംബന്ധിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സൽമാൻ ഖാന് നേരിട്ടും അല്ലാതെയും നിരവധി ഭീഷണികൾ ലഭിക്കുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വിഷു ആശംസകൾ നേർന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിന്റെ പ്രൗഢവും സമ്പന്നവുമായ സംസ്കാരത്തെയും പൈതൃകത്തെയും അടയാളപ്പെടുത്തുന്ന ആഘോഷമാണ് വിഷു. മലയാളിക്ക് ഓരോ ആഘോഷവും സാഹോദര്യവും ഐക്യവും ഊട്ടിയുറപ്പിക്കുന്ന അവസരങ്ങൾ കൂടിയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എക്സിലൂടെയാണ് രാഹുൽ ഗാന്ധി വിഷു ആശംസകൾ അറിയിച്ചത്. ഗുജറാത്ത് തീരത്ത് വൻ ലഹരിവേട്ട. കോസ്റ്റ് ഗാർഡിന്റെ പരിശോധനയിൽ 300 കിലോ മെത്താംഫിറ്റമിൻ പിടികൂടി. 1800 കോടി രൂപ വില വരുന്ന ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. അന്താരാഷ്ട്ര മാരിടൈം അതിർത്തിക്ക് സമീപമാണ് ലഹരിവേട്ട നടന്നത്. കടലിൽ നിന്ന് കണ്ടെടുത്ത ചരക്ക് കൂടുതൽ അന്വേഷണത്തിനായി ATS കൈമാറിയതായി ICG. ഡൽഹിയിൽ മനുഷ്യക്കടത്ത് സംഘം പിടിയിൽ. ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരെ ഡൽഹി പോലീസ് പിടികൂടി. 4 വയസ്സ് പ്രായമായ ആൺകുട്ടിയെയും പ്രതികളിൽ നിന്നും പോലീസ് കണ്ടെത്തി. അഞ്ജലി, യാഷ്മിൻ, ജിതേന്ദർ എന്നിവരാണ് പിടിയിലായ പ്രതികൾ. ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് കുട്ടികളെ തട്ടിയെടുക്കുന്ന സംഘമാണ് അറസ്റ്റിലായത്. കുട്ടികളെ സമ്പന്ന കുടുംബങ്ങൾക്ക് വിൽക്കുകയാണ് പതിവെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ മൊഴി നൽകി. പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ പ്രതിയായ ഇന്ത്യൻ രത്ന വ്യാപാരി മെഹുൽ ചോക്സി അറസ്റ്റിൽ. ബെൽജിയത്തിൽ നിന്നാണ് ചോക്സിയെ അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച ചോക്സി അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് സ്ഥിരീകരണം. ചോക്സിയെ വിട്ടുകിട്ടുന്നതിനായി ഇന്ത്യ ബെൽജിയം കോടതിയിൽ ഔദ്യോഗികമായി അപേക്ഷ നൽകി. ചരിത്രം കുറിച്ച് ന്യൂ ഷെപ്പേർഡ് 31 വിക്ഷേപണം. 6 വനിതകളെ വഹിച്ചുകൊണ്ടുള്ള NS-31 ദൗത്യം വിജയം കണ്ടു. ആമസോൺ മേധാവി ജെഫ് ബെസോസിന്റെ ഉടമസ്ഥതയിലുള്ള ബ്ലൂ ഒറിജിൻ സ്ഥാപനത്തിന്റെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് വിക്ഷേപണം. വിഖ്യാത സാഹിത്യകാരനും നൊബേൽ സമ്മാന ജേതാവുമായ മാരിയോ വർഗാസ് യോസ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. പെറുവിലെ ലിമയിലെ വസതിയിലായിരുന്നു അന്ത്യം. മക്കളാണ് മരണവിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. ഗബ്രിയേൽ മാർക്കേസിന് ശേഷം ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ എഴുത്തുകാരനാണ് യോസ. ലോഹങ്ങളുടെയും കാന്തങ്ങളുടെയും കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെച്ച് ബീജിംഗ്. US-ഉം ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം രൂക്ഷമായിക്കൊണ്ടിരിക്കെയാണ് ചൈനീസ് സർക്കാർ പുതിയ നിയന്ത്രണ സംവിധാനം തയ്യാറാക്കുന്നത്. നയങ്ങൾ രൂപപ്പെടുത്തുന്നതിനിടയിൽ കാറുകൾ മുതൽ മിസൈലുകൾ വരെയുള്ള എല്ലാത്തിൻ്റെയും നിർമ്മാണത്തിന് അത്യാവശ്യമായ കാന്തങ്ങളുടെ കയറ്റുമതി പല ചൈനീസ് തുറമുഖങ്ങളിലും നിർത്തിവെച്ചിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൃഷ്ടിച്ച വ്യാപാര പ്രതിസന്ധികളെ മറികടന്നതോടെ കയറ്റുമതി പ്രതീക്ഷകളെ മറികടന്ന് 12.4% വളർച്ച കൈവരിച്ച ചൈന. ബ്ലൂംബർഗ് സർവേയിൽ പ്രവചിച്ച 4.6%-ന്റെ ഇരട്ടിയിലധികമാണെന്ന് ബീജിംഗിലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് അറിയിച്ചു. എന്നാൽ ഇതേ കാലയളവിൽ ഇറക്കുമതി 4.3%. അർദ്ധരാത്രി ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ വടക്കൻ ഗാസയിലെ അൽ ഹലി ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തി. ആശുപത്രിയുടെ എമർജൻസി വാർഡ്, ഫാർമസി, അടുത്ത കെട്ടിടങ്ങൾ എന്നിവ തകർന്നെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മുന്നറിയിപ്പ് ലഭിച്ചതോടെ രാത്രി തന്നെ 100 കണക്കിന് രോഗികളെ ഒഴിപ്പിച്ചു. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായുള്ള കാത്തിരിപ്പിന് വിഷുദിനത്തിലും ഫലമുണ്ടായി. റിയാദ് ക്രിമിനൽ കോടതി വിശദമായ പരിഗണനയ്ക്കായി കേസ് വീണ്ടും മാറ്റിവെച്ചു. 11ാമത്തെ തവണയാണ് കേസ് മാറ്റിവെക്കുന്നത്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ കഴിഞ്ഞ 19 വർഷത്തോളമായി ജയിലിൽ കഴിയുന്ന റഹീമിന്റെ വധശിക്ഷ ദയാധരം നൽകിയതിനാൽ റിയാദിലെ കോടതി റദ്ദാക്കി. സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാന. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിലെ സെബാസ്റ്റ്യനാണ് കൊല്ലപ്പെട്ടത്. തേൻ ശേഖരിച്ച് മടങ്ങി വരുന്നതിനിടെ വനാതിർത്തിയിൽ വെച്ചായിരുന്നു സെബാസ്റ്റ്യനെ കാട്ടാന ആക്രമിച്ചത്. വയനാട്ടിൽ വിഷുദിനത്തിൽ നാടിനെ നടുക്കി കൊലപാതകം. എണിച്ചിറ കേളമംഗലത്ത് ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. എണിച്ചിറ കേളമംഗലം മാഞ്ചിറ സ്വദേശി നിഷയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ജിൽസനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി.
തൃശൂർ എരുമപ്പെട്ടിയിൽ ബൈക്കിടിച്ച് പരിക്ക് പറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു. എരുമപ്പെട്ടി സ്വദേശി അനീസാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരം എരുമപ്പെട്ടിയിലെ കല്യാണ മണ്ഡപത്തിന് സമീപമാണ് അപകടമുണ്ടായത്. റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു. കാസർഗോഡ് ഭക്ഷണം പാകം ചെയ്യുന്നതിനിടയിൽ സാരിയിലേക്ക് തീ പടർന്ന് ഗുരുതരമായി പൊള്ളലേറ്റ വയോധിക മരിച്ചു. കുള സ്വദേശി സുന്ദരിയാണ് മരിച്ചത്. 4 ദിവസം മുമ്പാണ് അപകടം. ഗുരുതരമായി പൊള്ളലേറ്റ സുന്ദരി മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കുമ്പള പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. തൃശൂർ മാള പൊയ്യ തരിശു നഗറിൽ മദ്യപാനികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ഒരാൾക്ക് വെട്ടേറ്റു. പൊയ്യ സ്വദേശി വിവേകിനാണ് നെഞ്ചിലും തലയിലുമായി വെട്ടേറ്റത്. വിവേകിന്റെ അയൽവാസി ബിനീഷാണ് വെട്ടിയത്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെ പ്രകോപിതനായ ബിനീഷ് തന്റെ വീട്ടിൽ നിന്നും വാക്കത്തി എടുത്തുകൊണ്ടുവന്ന് വിവേകിനെ ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയും. മലപ്പുറം പെരിന്തൽമണ്ണയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. ആലിപ്പറമ്പ് സ്വദേശി സുരേഷ് ബാബുവാണ് മരിച്ചത്. സംഭവത്തിൽ സുരേഷ് ബാബുവിന്റെ ബന്ധുവും അയൽവാസിയുമായ സത്യനാരായണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. സുരേഷ് ബാബുവും സത്യനാരായണനും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ഇത് കൊലപാതകത്തിൽ കലാശിപ്പിക്കുകയും. കർണാടകയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ബീഹാർ സ്വദേശി ഹൃദേശ് കുമാറാണ് കൊല്ലപ്പെട്ടത്. പ്രതി പോലീസിനെ ആക്രമിച്ചതിനെ തുടർന്ന് വെടിയുതിർക്കുകയായിരുന്നുവെന്ന് പോലീസ്. ഉത്തർപ്രദേശിലെ ഇറ്റാവയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ വസ്തു ഇടപാടുകാരനും ബിസിനസ് പങ്കാളിയും അറസ്റ്റിൽ. ശിവേന്ദ്ര യാദവ്, സഹായി ഗൗരവ് എന്നിവരാണ് പിടിയിലായത്. 5 ദിവസമായി കാണാതായ അഞ്ജലിയുടെ മൃതദേഹം ശനിയാഴ്ച നദിക്ക് സമീപം വികൃതമായ നിലയിൽ കണ്ടെത്തുകയും. മലപ്പുറം കക്കാടംപൊയിലിൽ തോക്കുകളുമായി യുവാക്കൾ പിടിയിൽ. റോഡിൽ സ്കൂട്ടറിൽ തോക്കുകളുമായി വന്ന കൂടരഞ്ഞി സ്വദേശികളായ റെനോൺ, ടിബിൻ എന്നിവരാണ് മലപ്പുറം അരീക്കോട് വനം വകുപ്പിന്റെ പിടിയിലായത്. പരിശോധനയിൽ തിരനിറച്ച തോക്കും 5 തിരകളും കണ്ടെത്തി. ഇവരെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഓൺലൈൻ തട്ടിപ്പിലൂടെ തൃശൂർ സ്വദേശിയുടെ 1.90 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ നൈജീരിയൻ പൗരനെ പിടികൂടി. നൈജീരിയക്കാരനായ ഓസ്റ്റിൻ ഓഗ്ബയെയാണ് തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയത്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് വിവിധ വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു തട്ടിപ്പ്. പുല്ലൂർ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് സിറ്റി ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ആലപ്പുഴ മാന്നാറിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ 4 പേർ പിടിയിൽ. കോട്ടയം സ്വദേശികളായ രതീഷ് ചന്ദ്രൻ, നിഖിൽ വി കെ, മനു കെ ബേബി, സഞ്ജയ് സജി എന്നിവരാണ് അറസ്റ്റിലായത്. മാന്നാർ സ്വദേശിയായ പ്രശാന്തിനെയാണ് ജോലി വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് മോചനദ്രവ്യമായി സ്വർണവും പണവും ആവശ്യപ്പെട്ട് മർദ്ദിക്കുകയായിരുന്നു. കാക്കനാട് ഓൺലൈൻ ടാക്സിയുടെ മറവിൽ ലഹരി വിൽപ്പന. MDMA-യുമായി കണ്ണൂർ ഇരട്ടി സ്വദേശി അനൂപേക്കയാണ് പിടിയിലായത്. പ്രതിയിൽ നിന്നും 5 ഗ്രാം MDMA എക്സൈസ് കണ്ടെത്തി. എറണാകുളം എക്സൈസ് റേഞ്ച് ഓഫീസിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മലപ്പുറം വളാഞ്ചേരിയിൽ ചാർജിങ്ങിനിടെ ഇലക്ട്രിക് സ്കൂട്ടർ പൊട്ടിത്തെറിച്ചു. ഇരുമ്പിളിയം സ്വദേശി സൈഫുദ്ദീന്റെ കൊമാക്കി TN95 എന്ന മോഡൽ വാഹനമാണ് ചാർജിങ്ങിനിടെ പൊട്ടിത്തെറിച്ചത്. വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സമയോചിത ഇടപെടൽ മൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. ഇടുക്കിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അടിമാലി സ്വദേശിനി മരിച്ചു. അടിമാലി 200 ഏക്കർ സ്വദേശിനി ലൈസാമ ജോയിയാണ് മരിച്ചത്. കുമളി ദേശീയപാതയിൽ വെച്ചായിരുന്നു അപകടം. ലൈസാമയും മകനും സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പിന്നിൽ മറ്റൊരു ബൈക്ക് ഇടിക്കുകയും. തൃശൂർ പെരുമ്പിലാവിൽ ചരക്ക് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികനായ +1 വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. പെരുമ്പിലാവ് അംബേദ്കർ നഗർ സ്വദേശി ഗൗതമാണ് മരിച്ചത്. ബൈക്കിലൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനും അപകടത്തിൽ പരിക്കേറ്റു. വിദ്യാർത്ഥികൾ പെട്രോൾ നിറയ്ക്കാനായി ബൈക്ക് പമ്പിലേക്ക് തിരിക്കുന്നതിനിടയിൽ പുറകിൽ വന്ന ലോറിയുടെ പുറകുവശം ബൈക്കിൽ തട്ടുകയും. മലപ്പുറത്ത് വിഷുദിനത്തിൽ കാർ അപകടത്തിൽപ്പെട്ട് 2 പേർക്ക് പരിക്ക്. തിരുവാലി കോട്ടാലപ്പാലത്തിന് സമീപമാണ് അപകടം. മമ്പാട് സ്വദേശി പ്രഭാകരൻ ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. Number 1 Commerce Institute, Indian Institute of Commerce, Lakshya.
അതിവേഗ വാർത്ത തുടരുന്നു. തിരുവനന്തപുരം ബാലരാമപുരത്ത് ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. രാമപുരം സ്വദേശി കുമാറാണ് മരിച്ചത്. ബാലരാമപുരം റിലയൻസ് പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. കുമാറിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ ബാലരാമപുരം പോലീസ് കേസെടുത്തു. കാസർഗോഡ് മഞ്ചേശ്വരം ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ. കർണാടക സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. ആലപ്പുഴയിൽ വ്യാജമദ്യം പിടികൂടാനെത്തിയ എക്സൈസ് സംഘത്തെ പ്രതി ആക്രമിച്ചു. അക്രമത്തിൽ പരിക്കേറ്റ എക്സൈസ് ഉദ്യോഗസ്ഥൻ നന്ദഗോപാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാജമദ്യ കേസിൽ പ്രതിയായ പത്തിയൂർ സ്വദേശി ശശിയെ പിടികൂടി കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു എക്സൈസ് സംഘത്തിന് നേരെ ആക്രമണം. കൊല്ലം നെടുമ്പനയിൽ 5 അംഗ കുടുംബത്തിനെ ആക്രമിച്ച കേസിൽ 6 പ്രതികൾ പോലീസിൽ കീഴടങ്ങി. നെടുമ്പന സ്വദേശികളായ മനീഷ് മാമച്ചൻ, സഹോദരൻ മജേഷ്, അക്ഷയ്, ആദർശ്, ഹരിലാൽ എന്നിവരുടെ അറസ്റ്റ് കണ്ണനല്ലൂർ പോലീസ് രേഖപ്പെടുത്തി. ഏപ്രിൽ 7-ന് പ്രതികൾ ആളുമാറി 5 അംഗ കുടുംബത്തെ ആക്രമിക്കുകയായിരുന്നു. മലപ്പുറം അഴിഞ്ഞിലത്ത് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തി പണം അപഹരിക്കുകയും ചെയ്ത 3 സംഘം പിടിയിൽ. അരാട് സ്വദേശി അർഷാദ്, അഴിഞ്ഞിലം സ്വദേശി ബിജേഷ്, പരുത്തിപ്പാറ സ്വദേശി ഷമീർ എന്നിവരാണ് പാലക്കാട് പോലീസിന്റെ പിടിയിലായത്. സ്വകാര്യ സ്ഥാപനത്തിലെത്തി 3 സംഘം ജീവനക്കാരെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തി പണം അപഹരിക്കുകയും. തിരുവനന്തപുരം ആര്യനാടിൽ അയൽവാസിയെ ആക്രമിച്ച് തലയ്ക്ക് ഗുരുതര പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. ഉഴമലക്കൽ സ്വദേശി വേണുവാണ് ആര്യനാട് പോലീസിന്റെ പിടിയിലായത്. പ്രതി മദ്യപിച്ച് അയൽവാസിയായ കരുണാകരന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി കരിങ്കൽ കഷ്ണം കൊണ്ട് കരുണാകരന്റെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും. ഇടുക്കിയിൽ വിദ്യാർത്ഥിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച വ്യാപാരി പിടിയിൽ. ഇടുക്കി രാജകുമാരിയിലെ വ്യാപാരിയായ KG പൗലോസിനെ ഉടുമ്പൻചോല പോലീസാണ് അറസ്റ്റ് ചെയ്തത്. 3-ാം ക്ലാസ്സുകാരനെയാണ് പ്രതി ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. കൊല്ലം തേവന്നൂരിൽ വയോധികയെ ആക്രമിച്ച് മാല കവർന്ന് കൊലപ്പെടുത്തിയ പ്രതികൾക്ക് 6 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കഠിനംകുളം സ്വദേശി ജ്യോതിഷി, മിന്നല്ലൂർ സ്വദേശി അജീഷ് എന്നിവരെയാണ് കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. നടന്നു പോവുകയായിരുന്ന വയോധികയുടെ കഴുത്തിൽ കിടന്ന 2.5 പവൻ തൂക്കം വരുന്ന മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ പരിക്ക് പറ്റിയ വയോധിക പിന്നീട് മരിക്കുകയായിരുന്നു. ജാതി വിവേചനത്തിനെതിരെ BJP സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ K. സുരേന്ദ്രൻ ജാതി വിവേചനം രാജ്യദ്രോഹത്തിന് സമാനമായ കുറ്റമാക്കി നിയമനിർമ്മാണം നടത്തണമെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. BJP ചങ്ങരംകുളം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച BR അംബേദ്കർ ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്തും കുളത്തൂർ കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മില്ലറ്റ് ഫെസ്റ്റ് ജനശ്രദ്ധ നേടും. ഒരു കൂട്ടം കർഷകരുടെ നേതൃത്വത്തിലാണ് 3 ഏക്കർ സ്ഥലത്ത് മില്ലറ്റ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. വിവിധ കർഷക കൂട്ടായ്മകളുടെ സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ കയ്പമംഗലം സ്വദേശി ഷൈനിക്ക് വീട് നിർമ്മിച്ചു നൽകി ചന്ദ്രാപിന്നി ചിറക്കൽ മഹല്ല് മജ്ലിസ് ഉന്നൂർ കോർഡിനേഷൻ കമ്മിറ്റി. 600 ചതുരശ്ര അടിയിൽ 10 ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് വീട് നിർമ്മിച്ചത്. AISF ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു. പ്രതിനിധി സമ്മേളനം AISF സംസ്ഥാന പ്രസിഡന്റ് RS രാഹുൽ രാജ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിഭാ സംഗമത്തിന്റെ ഉദ്ഘാടനം CPI ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ നിർവഹിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ മിഷൻ സോളാർ ഫെൻസിംഗ് കൂടുതൽ ഫലപ്രദമാക്കാൻ വനം വകുപ്പ്. പ്രവർത്തനക്ഷമമല്ലാതിരുന്നതും ഭാഗികമായി പ്രവർത്തിച്ചു വന്നിരുന്നതുമായ സോളാർ ഫെൻസിംഗ് ലൈനുകളുടെ തകരാർ പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് മാങ്കുളത്ത് നടത്തുന്നത്. ഫെൻസിംഗ് കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ ആനയിറങ്ങുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാമെന്നാണ് വനം വകുപ്പ് പറയുന്നത്. വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കടപ്പുറത്ത് വിദ്യാർത്ഥിനി പ്രതിഷേധം. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ റാലിയും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് അഫീഫ തഹ്നിയത്ത് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് കുമാരനെല്ലൂരിൽ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്ലാസ് നടത്തി. പരിപാടിയിൽ പറക്കുളം NSS കോളേജ് അധ്യാപിക TN രശ്മി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു.
ഇടുക്കി സേനാപതി പഞ്ചായത്തിൽ ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നടത്തിയ പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കുണ്ടറയിൽ ലഹരിക്കെതിരെ ജനജാഗ്രത യാത്ര നടത്തി. C വിഷ്ണുനാഥ് MLA നയിച്ച യാത്ര NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ യുവത്വത്തെ വിഴുങ്ങുന്ന രാസലഹരിക്കെതിരെ ഒരുമിച്ചുള്ള പോരാട്ടം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് NK പ്രേമചന്ദ്രൻ MP. തൃശൂർ BJP മണലൂർ മണ്ഡലം സജീവ അംഗങ്ങളുടെ കൺവെൻഷൻ നടത്തി. യോഗത്തിൽ BJPയുടെ തിരഞ്ഞെടുപ്പ് വിജയവും സംഘടനയുടെ വളർച്ചയും എന്ന വിഷയത്തെക്കുറിച്ച് മേഖലാ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത് സംസാരിച്ചു. ആലപ്പുഴ പുലിയൂർ ഗ്രാമപഞ്ചായത്തിലെ പേരിശ്ശേരി പള്ളി റോഡ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചു. 6 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച റോഡ് പുലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MG ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ഇരവികുളം ദേശീയോദ്യാനത്തിലെ അനധികൃത നിയമനങ്ങളും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് കമ്മിറ്റി ഈ മാസം 19-ന് ഇരവികുളം ദേശീയോദ്യാനം ഉപരോധിക്കും. കോടികൾ വരുമാനമുള്ള ഇരവികുളം ദേശീയോദ്യാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ക്രമക്കേട് നടത്തുന്നു എന്നാണ് ആരോപണം. ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് സമരപ്രഖ്യാപനവുമായി രംഗത്ത് വന്നത്. തൃശൂർ വരവൂർ കോഴി മാലിന്യ പ്ലാന്റിന്റെ നിയമവിരുദ്ധമായ പ്രവർത്തനത്തിനെതിരെ CPIM വരവൂർ തളി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും നടത്തി. പൊതുയോഗം CPIM വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗം KK ബാബു ഉദ്ഘാടനം ചെയ്തു. തളി ലോക്കൽ സെക്രട്ടറി P ശങ്കരൻകുട്ടി അധ്യക്ഷനായി. തൃശൂർ വേലൂർ വെള്ളാറ്റഞ്ഞൂർ സഹകരണ ബാങ്കിൽ ആരംഭിച്ച വിഷു വാണിഭ ചന്ത സമാപിച്ചു. ആധുനിക കാലത്ത് അന്യമായി കൊണ്ടിരിക്കുന്ന സൗഹൃദ കൂട്ടായ്മയും സഹകരണ മനോഭാവവും തിരിച്ചെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വെള്ളാറ്റഞ്ഞൂർ പാടശേഖര സമിതിയാണ് ചന്തയുടെ സംഘാടകർ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ മലപ്പുറം മണ്ഡലത്തിൽ സംഘടിപ്പിച്ച കാർഷിക കാർണിവലിന് സാംസ്കാരിക ഘോഷയാത്രയോടെ സമാപനമായി. കുട്ടനാട് സെൻട്രലിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര തൃത്താല റോഡിൽ വാഴക്കാട് പാടശേഖരത്ത് സമാപിച്ചു. കാർണിവലിന്റെ ഭാഗമായി കാർഷിക വിഭവങ്ങളുടെ വിളവെടുപ്പ് മഹോത്സവവും നടന്നു. മലപ്പുറം കാലടിയിൽ പതിവ് തെറ്റിക്കാതെ സ്നേഹ സന്ദേശവുമായി വിഷു കൈനീട്ടം നൽകി കാലടി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പർ ബഷീർ തുറയാറ്റി. വാർഡിലെ മുതിർന്നവർക്ക് വീട്ടിലെത്തിയാണ് ബഷീർ വിഷു കൈനീട്ടം നൽകിയത്. ജനപ്രതിനിധിയായ ശേഷം വിവിധ ആഘോഷവേളകളിലും ഇത്തരത്തിലുള്ള സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബഷീർ നാട്ടിൽ മുൻപന്തിയിൽ. മലപ്പുറം കാലടി പഞ്ചായത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വിഷുക്കോടിയും വിഷു കൈനീട്ടവും നൽകി ആദരിച്ചു. ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു KG ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ തുറയാറ്റിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ വാടാനപ്പള്ളി കടൽ തീരത്ത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ച് ഫിഷറീസ് വകുപ്പ്. മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. സമുദ്രവും തീരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യജ്ഞം സംഘടിപ്പിച്ചത്. ഗുരുവായൂർ ദേവസ്വത്തിൽ വിവിധ തസ്തികകളിലേക്കുള്ള നിയമനങ്ങളിൽ തുടർന്നു പോരുന്ന സംവരണം അതേപടി നിലനിർത്തണമെന്ന് PKS ജില്ലാ കമ്മിറ്റി നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. കൃത്യമായ സംവരണം പാലിക്കപ്പെടുന്നില്ല എന്നുള്ള കുപ്രചാരണ ബോർഡുകൾ ജനങ്ങളിൽ ആശങ്ക പടർത്തിയ സാഹചര്യത്തിലാണ് സംവരണം അട്ടിമറിക്കപ്പെടില്ല എന്ന ജാഗ്രത ഉണ്ടാക്കണമെന്ന ആവശ്യം PKS ഉയർത്തിയത്. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.